അമ്മ കൊടുക്കേണ്ട ബില്ല് അപ്രോക്സിമേറ്റ്. ഓക്കെ ഗൈസ്, നമ്മുടെ ദിയ കൃഷ്ണ അൻസിക സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇന്നലെ ആ കുട്ടി വന്നിട്ട് കുറച്ച് മാപ്പും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്ന് തിരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഇത് സബ്സ്ക്രിപ്ഷൻ ഇട്ടിട്ട് ഇത് 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു. പിന്നീടാണ് ആരോ റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്ത് വിടുകയും ഫേസ്ബുക്കിലാണ് കൂടുതൽ വൈറലാവുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രിപ്ഷൻ അങ്ങനെ ഒരു വീഡിയോ, ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവം നടന്ന് സ്പോട്ടിൽ ചില യൂട്യൂബേഴ്സൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ല. അപ്പം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ സ്നാപ്ചാറ്റിലോ അങ്ങനെ എന്താണ്ട് ലീക്കായി എന്നുള്ള രീതിയിലാണ്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു കാര്യം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ പറയുമ്പോഴും ഞാൻ അറിഞ്ഞ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഞാൻ എൻ്റെ വീഡിയോ പറയുന്ന കാര്യം സബ്സ്ക്രിപ്ഷൻ അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച വരെ ടെലിഗ്രാം അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലൊക്കെ ചില സ്നാപ്പ് ചെയ്തില്ലേ, അതാണെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ പുള്ളി തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു, 299 രൂപയാണ്. അത് പിന്നെ എന്തോ ചെയ്ത് 399 ആക്കി. ആരും കയറി എന്താ പറയണ്ടേ നോക്കാതിരിക്കാൻ വേണ്ടി. അത് തന്നെ ആ പെണ്ണ് പറയുന്ന ഒരു കള്ളമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിലീറ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ആരെങ്കിലും ഇങ്ങനെ വില കൂട്ടുമോ, 399 രൂപ ആക്കുമോ? അങ്ങനെ ആക്കിയാലും ആരെങ്കിലും കയറി കാണുമോ? അതിനകത്ത് അവിടെ 3-4 ഫോട്ടോസുകൾ മാത്രമേ ഉള്ളായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് തോന്നി ഡിലീറ്റ് ചെയ്തതെന്ന്. ഒട്ടും യോജിക്കാൻ പറ്റില്ല. കൃഷ്ണകുമാറിൻ്റെ മകൾക്ക് അത്രയ്ക്ക് ദാരിദ്ര്യവും ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ്. ചിലപ്പോൾ ഓക്കെ, ഒരു എന്തിനെങ്കിലും സ്റ്റൈലിന് വേണ്ടിയാണോ എന്തിനാണെന്ന് ഇട്ട് അറിയത്തില്ല. പക്ഷേ ആൾക്കാരെ വെറും ഇതാക്കുന്ന രീതിയില്ല. ഇപ്പോൾ ഉള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര നെഗറ്റീവാണ്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ഇവർ ഒരുപാട് കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ആ കമൻറ്റും കാര്യങ്ങളും നമ്മളൊരു എസ്സേ പോലൊരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ അതൊന്നും കാണുന്നില്ല. ഞാനൊരു ടെസ്റ്റ് നടത്തി നോക്കിയായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഇട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാനൊരു കമൻറ്റ് ഇട്ട് നോക്കി, ആ സംഭവം അവിടെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഈ നെഗറ്റീവ് വരുന്ന എല്ലാം നല്ല രീതിയിൽ കളയുന്നുണ്ട് പുള്ളിക്കാരിയൊക്കെ. എന്തായാലും കൊള്ളാം. എന്തായാലും നമുക്ക് എന്താ പറയണ്ട, വേറൊരു കാര്യം ഞാൻ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഗൈസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്ത് തോന്നുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് ഇതത്ര ശരിയാണോ ഇല്ലയോ, ഇത് ഇപ്പം പോയ ഇമേജ് തിരിച്ച് പിടിക്കാൻ വേണ്ടിയാണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുക. ലൈക്ക് അടിച്ച് ഹൈപ്പ് അടിച്ചൊന്ന് വീഡിയോ ഉണ്ടോ, ഫേസ്ബുക്കിൽ കാണുന്നവരുന്ന ഫോളോയും കൂടെ ചെയ്തു. ഓക്കെ, അപ്പം ഇന്നലത്തെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗും കൂടെ ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെക്കാം. പിന്നെ ദിയ കൃഷ്ണയുടെ എൻ്റെ പൊന്നോ അമ്മായിമ്മയോടുള്ള പെരുമാറ്റവും പിന്നെ ഇപ്പോഴത്തെ ഒരു വ്ളോഗൊക്കെ ഞാൻ കണ്ടിട്ട് വരിക, അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. ആദ്യം ഈ കൊച്ചിൻ്റെ ഒന്ന് നോക്കട്ടെ. ഈ ഭയങ്കര എക്സ്പ്രഷൻ ആണല്ലേ, എല്ലാവരും ഭയങ്കര ഇട്ടങ്ങ് പൂക്കി അങ്ങ് പിടിക്കുവാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടങ്ങ് മറിയങ്ങ് അഭിനയിച്ചങ്ങ് തകർക്കുകയാണ്. എന്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് കൊച്ചിൻ്റെ വ്ളോഗ്. ഇതിൻ്റെ താഴെയാണെങ്കിൽ നല്ല പൂര ആട്ടും തുപ്പുണ്ട്. ഒരു കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചിൻ്റെ ഒരു കമൻറ്റ്. ഞാൻ ആ ഒരു കമൻറ്റ് തപ്പെട്ട ഒരു മിനിറ്റ്. നല്ലൊരു കമൻ്റ് ആയിരുന്നു. ഓരോരുത്തരുടെ ഓരോരോ ആഗ്രഹങ്ങളെ നല്ല കമൻ്റ് എന്നല്ല പറയേണ്ട. മോളെ ഞാൻ വായിച്ചു തരാം. മോളെ ഒത്തിരി ഇഷ്ടമായിരുന്നു, ബട്ട് മോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോഴും യൂട്യൂബിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ എന്തോ ഫീലിംഗ് ആണ്. കാരണം നല്ലൊരു ഫാമിലിയുള്ള ഒരു മോളായത് കൊണ്ടാണ് വീഡിയോ ലീക്കായത്. ഇതിനെപ്പറ്റി വീഡിയോ ലീക്കായതിനെ പറ്റി മോൾക്ക് സംഭവിച്ചത് എന്തെല്ലാം എന്നൊരു മറുപടിയായിട്ടൊരു വീഡിയോ ചെയ്യാമോ? എത്ര ഇത് ഇനി അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനൊക്കെ കിട്ടി ആനന്ദിച്ചിരിക്കണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് അറിയാൻ വേണ്ടി ഇങ്ങനെ ത്വരയോടെ കാത്തിരിക്കുന്ന കുറേ എണ്ണമൊക്കെ നല്ലതാ. നമ്മളാരെയും കുറ്റം പറയുന്നൊന്നുമില്ല, നമ്മുടെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ശരിയാണ്, ഇപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെ അവർക്കും അവരുടെ ആഗ്രഹം കാണുമായിരിക്കും. എന്നാൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ശരിയാ, അവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ റീസൺ അറിയാൻ വേണ്ടി ആരെല്ലാം വെയിറ്റ് ചെയ്യുന്നു? പ്ലീസ് ലൈക്ക്. ഓക്കെ
അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ. പക്ഷേ എത്രയാവും ഇരുന്നിട്ട് അമ്മ കൊടുക്കേണ്ട ബില്ല്? അപ്പോൾ അമ്മ എത്തി. ഓ അശ്വിൻ, എത്രയാണ് തൻ്റെ അമ്മ കൊടുക്കേണ്ട ബില്ല്? ഒരു കാര്യം ഞാൻ പറയാം, കൊച്ചുപെണ്ണിനെക്കാളിലും കൊച്ചുപെണ്ണ് ഓക്കെയാണ്, ഒരു തെറ്റ് പറ്റി പോട്ടെ, ഇത് ഒരു മാറ്റവും ഇല്ലെന്ന് പറയാം. വിവരക്കേടോടോ വിവരക്കേട്. പറ പറയടാ, പറ, നീ പറഞ്ഞു കൊടുക്കുക. അതാ കുറച്ചു കൂടെ നല്ലത്. അമ്മ താൻ ഗിഫ്റ്റ് ചെയ്ത് നോക്കണ്ട, അതല്ലാതെ തന്റെ അമ്മ എടുക്കുന്ന എല്ലാം കൂടെ എത്ര ആവുമായിരിക്കും? കറയത്തിരിഞ്ഞ് 30,000 പോലെ. ഓ, അമ്മയ്ക്ക് ലീലയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്ന ലീല എനിക്കൊന്നും വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു. ഇത് കേട്ടപ്പോൾ ഇനി അവിടെ നെഞ്ചിടിച്ചു തോന്നി നമുക്ക് കേട്ടു നോക്കാം. എന്റെ അമ്മയ്ക്ക് എടുക്കുന്ന എല്ലാം കൂടെ എത്രയാവും? അത് പറയാൻ പറ്റില്ല അല്ലേ? ഓ എടാ, നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ ഒരു എളുപ്പമാനമില്ലെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നേ അല്ലേ? നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഇത് വേണം, മര്യാദയും കാര്യങ്ങളൊക്കെ വേണം. ഇത് ഇച്ചിരി കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ സംഭവമാണ്, എന്നാൽ ഇപ്പോൾ ഇത് ഓരോന്നൊക്കെ കുത്തി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വ്ളോഗ്, ഇപ്പം കണ്ടൊരു വ്ളോഗ് ഇതിനേക്കാളും മാന്യമായിട്ട് ഞാൻ വിചാരിച്ചു ചേച്ചി ഇത്രയ്ക്ക് പക്വതയുള്ളൊരു വ്യക്തി ആയിപ്പോയി എന്നുള്ള രീതിയിലായിപ്പോയി. ഓക്കെ പറ അത്ര ആലോചിച്ചല്ലേ? എടാ, നിന്നെ പേടിച്ചതിനല്ല, പിന്നെ ലോകം ഒരു തോൽവിയായി ഒരു മൊണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഈ അടുത്ത ഇന്നലെ ഒരു വ്ളോഗിനകത്ത് വേറൊരു പയ്യനായിരുന്നു. അപ്പം കുറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുതിയ അടിമയെ കിട്ടിയിട്ടുണ്ടല്ലോ, പഴയ അടിമ എന്തെന്നുള്ള രീതിയിലാണ്. ഇവനെ എല്ലാവരും കൂടെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. ഇവൻ ആത്മാർത്ഥത്തോടെ സ്നേഹമായിട്ട് നിൽക്കുന്നെങ്കിലാണെങ്കിൽ പോലും ഇവരെന്തോ വെച്ച് മുതലാക്കുന്നതായിട്ടാണ് നാട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നത്. അണ്ണൻ്റെ ഒരു കോമഡി പീസ്. എനിക്ക് തോന്നുന്നത് ഇവിടെ എക്സ് ഈ പറയുന്ന കുട്ടി ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാറോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അവൻ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അവനെ അടിച്ച് പുറത്താക്കിയെന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. ഓ നല്ലതാ. എന്തായാലും ചേച്ചിയുടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം, എല്ലാവരും ഒന്ന് കാണും. ഇന്നത്തെ വ്ളോഗിനകത്ത് ചേച്ചി എന്തൊരു മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അന്തസ്. എത്ര മെച്ചൂരിറ്റി ആയിട്ടാണ് ഈ സംസാരിക്കുന്നത്. വൗ, ഇത് ഒരു വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിലെടുക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ആൻ ഈവനിങ് ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയണം. ഓ ആയിക്കോട്ടെ. ഓമിക്കുട്ടി ഉറങ്ങുവാണ്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. ആൾക്കാരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നെഗറ്റീവ് ഒക്കെ മാറിയോ എന്നുള്ള രീതിയിൽ. പുള്ളിക്കാരിയാണെങ്കിൽ പോലും നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം ഒരു കമൻറ്റ് വന്ന് ഒരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതേ പിടിച്ച് ആൾക്കാർ ഏറ്റുപിടിക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളാണ് ആൾക്കാർക്ക് ത്വരയായിരിക്കും. അതുകൊണ്ട് ചേച്ചിമാർ വരുന്ന എല്ലാം അപ്പം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ചില കാര്യങ്ങൾ ഞാനൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോഴേ കുറേ ആൾക്കാർ ആദ്യമേ കയറും, ഡാനി എന്തിനാ വീഡിയോയുടെ താഴെ കമൻ്റൊക്കെ വരുന്ന ഡിലീറ്റ് ചെയ്ത് കളയുന്നതെന്നുള്ളത്. ചിലവരങ്ങനെ വെറുതെ ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല. എന്നിട്ട് എൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കമൻസ് വന്നു, ഇതെന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിയിലാണ്. പക്ഷെ പുള്ളിക്കാരുടെയൊക്കെ ഞാൻ ഉള്ളത് പറയാമല്ലോ, നമ്മൾ ടെസ്റ്റ് ഡോസ് നടത്തി നോക്കുമ്പോൾ ആ കമൻസ് കാണുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം ഞാനത് ഇന്നൊരു വീഡിയോയ്ക്കകത്ത് ഇന്നും ഇന്നലെയായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അവർ നല്ല രീതി അവരുടെ PR വർക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഇവിടെ അകത്തിരുന്ന് നമ്മുടെ ഫാമിലി മാൻ കണ്ടുകൊണ്ടിരിക്കുക. ഫാമിലി മാൻ ഇറങ്ങിയിട്ട് കുറേ നാളായി. അതിന്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ നമ്മൾ പണ്ടേ കണ്ടിട്ടുണ്ട്. ഇതിന്റെ തേർഡ് പാർട്ട്. എന്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുക, കാര്യം കോൾഡാണ്. അശ്വിനും കോൾഡായിരിക്കും. ബേബിക്ക് പനിയായിരുന്നു, അതിനിപ്പോൾ പനി കുറഞ്ഞു. എന്റെ ലീല വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ബേബിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. ലീല വിട്ടുള്ള കളിയില്ലല്ലോ ഇവർക്ക്. ലീലയിലൊക്കെ പോയിട്ട് പക്ഷെ അഡ്ജസ്റ്റേക്ക് തോന്നുന്നു വയറ് പിടിക്കാത്ത എന്തോ ഛർദ്ദിച്ച. അമ്മായിമ്മയ്ക്കും ലീലയിലെ ഫുഡായിരുന്നു. പാവം പിടിച്ച അമ്മായിമ്മ ലീലയിലെ ഫുഡും പറഞ്ഞ് അമ്മായിമ്മയെ ദുഷിക്കുകയും ചെയ്ത് നാട്ടുകാർ മൊത്തം എടുത്ത് ഏറി കയറ്റുകയും ചെയ്ത് അഹങ്കാരത്തിനൊരു കുറവില്ല. എന്നിട്ടും ലീല വിട്ടുള്ള കളിയില്ല ലീല കുമാരിക്ക്. പിന്നീട് അതിനൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. രാവിലെ ഞാൻ ജിമ്മിലൊക്കെ പോയിരുന്നു. ഇപ്പൊ ഞാൻ ജിമ്മില് രാവിലെ പോകുമ്പോൾ അവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അയ്യോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോൾ, നേരിട്ട് ഭയങ്കര കൊച്ചാണല്ലോ. അത് സത്യത്തിൽ ഈ വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ ചില ടീംസുകളൊക്കെ, മോളങ്ങ് ക്ഷീണിച്ചല്ല, എന്നിട്ട് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ. മോളങ്ങ് ക്ഷീണിച്ചു, അയ്യോ എൻ്റെ മോക്ക് ഒന്നും പറയല്ലേ, പണ്ടര കലിക്കുന്നില്ല പറ്റണ ആ ഒരു രീതി പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ മോളെ ആക്കിയതായിരിക്കും. അത് കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം കേൾക്കുമ്പോൾ. ഒരു ആന്റി എന്നെ ആദ്യം കണ്ട ഫസ്റ്റ് പറഞ്ഞത്, അയ്യോ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ഈ ഒരു എക്സൽ സൈസാന്ന് വിചാരിച്ചേ.
അടിപൊളി. ഇനി കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, എന്തായാലും അനീതി മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു നല്ലത് കാണുമ്പോൾ ഈ അൺസബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ അങ്ങോട്ട് ചാടി കയറി അങ്ങ് പൊക്കോളും. പൊക്കി കഴിഞ്ഞിട്ട് അൻസു പാവമാണ്, എനിക്കറിയാം അൻസു അന്നൊരു തെറ്റ് ചെയ്തു, പക്ഷെ അൻസു നല്ല കുട്ടിയാണ്, ഇങ്ങനെ പറയും, നീ ഇങ്ങനെ കുട്ടിയാണ്, എല്ലാ എണ്ണവും ഇപ്പോൾ കിടന്ന് ഇവരെയൊക്കെ കുറ്റം പറഞ്ഞാലും ഒറ്റയടിക്ക് അപ്പുറത്തോട്ട് ചാടുകയും ചെയ്യും. അത് ചില കാര്യത്തിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കുട്ടി മാപ്പ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാപ്പ് പറഞ്ഞ ഓക്കെ, തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ഫാമിലി ബ്ലോഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പിന്നെയും കുത്തി കുത്തി സംസാരിക്കാൻ തുടങ്ങി? ഇപ്പോൾ പുള്ളിക്കാരി ഒരു പോസ്റ്റുമായിട്ട് വന്നു. ചില ചേച്ചിമാരെന്തെടുക്കും, അതിൻ്റെ താഴെ മോളെ കമൻ്റ് ഇടുന്ന മോളെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് കാണാം. ഓ അങ്ങനെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ സീരിയലിനേക്കാൾ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഫാമിലി വ്ളോഗ്. പിന്നെ അതുപോലെ തന്നെ കുറേ ആപ്പ് അത് ഇത് മറ്റേതൊക്കെ വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി പ്രൊമോഷൻ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ ഫാമിലി വ്ളോഗ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. കുറേ ആൾക്കാരൊക്കെ അത് കഴിയുമ്പോൾ ഈ പ്രൊമോഷനും വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് പോകും. കാരണം ഇതിൽ നിന്നേക്കാളും വരുമാനം അതേ കിട്ടുമെന്ന് അറിയുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ചാടിപ്പോവും. കാത്തിരിക്കുന്ന പ്രഷറായിട്ടുള്ള നിങ്ങൾ മണ്ടന്മാരും അത്ര ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. ഇതിനകത്ത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ലൈക്ക് ഇടാൻ മറക്കല്ലേ, ഹെൽപ്പ് ഇടാനും മറക്കല്ലേ. ബൈ ബൈ.